ഹായ്, എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഈ റെസിപ്പിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന പേര് ചോക്ലേറ്റ് ഹാർട്ട് എന്നാണ്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അത്ര എളുപ്പമാണ് ഇതുണ്ടാക്കിയെടുക്കാൻ. പിന്നെ ഇന്നലെ ഞാനിട്ട വീഡിയോയ്ക്ക് നിങ്ങൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് എനിക്ക് തന്നത്. അതിലെനിക്ക് വളരെ നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി തരുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചോക്ലേറ്റ് ഹാർട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ലവിന്റെ ഒരു കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. സിലിക്കോണിന്റെ ബേക്കിംഗ് മോൾഡാണ്. പിന്നെ വേണ്ടത് ഇതുപോലത്തെ ഒരു മോൾഡ് വേണം. അതും ലവിന്റെ തന്നെയാണ്. ഇപ്പൊ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ നമ്മൾ ആ ബേക്കിംഗ് ട്രേയിലുള്ള മോൾഡിന്റെ അകത്തേക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മോൾഡ് കയറണം. കണ്ടോ? ഈ ഒരു സൈസിലായിരിക്കണം. ഇതിനുള്ളിലേക്ക് കയറണം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പൊ അല്ലെങ്കിൽ ഇതേ ഒരേ സൈസിലായി കഴിഞ്ഞാൽ ഇത് ശരിയാവത്തില്ല. അപ്പൊ ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കാം നോക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മൾ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിക്കുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിന് മുകളിൽ ഒരു ബൗൾ വെക്കും. ഈ ബൗളിനുള്ളിലാണ് നമ്മൾ ഈ ചോക്ലേറ്റ് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊരു സ്പാച്ചില കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കും. ആ സമയം ചോക്ലേറ്റ് മെൽറ്റായി വരും. അപ്പൊ അടിയിലുള്ള വെള്ളം തിളയ്ക്കും തോറും ഈ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റായി വരും. ഇങ്ങനെയാണ് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യിച്ചെടുക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്, വൈറ്റ് ചോക്ലേറ്റും എടുത്തിട്ടുണ്ട്. രണ്ടും ഞാൻ കുറേശ്ശെ വീതം ഇതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. നിങ്ങൾക്ക് വൈറ്റ് മാത്രം എടുക്കാം, അതല്ലെങ്കിൽ ഡാർക്ക് മാത്രം എടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതെടുക്കണം എന്നുള്ളത്. ഞാനിപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ ഇളക്കിയെടുക്കുന്നത്. വെള്ളം ഇവിടെ അടിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഈ ബൗളിലേക്ക് ഞാനിവിടെ ആദ്യം ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ഞാനിവിടെ ഇതുപോലെ തന്നെ ഒരു ബൗളിൽ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കാം. അപ്പൊ ആദ്യം നമുക്കൊരു വിസ്ക് കൊണ്ട് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്ക് സ്പാച്ചില ഉപയോഗിക്കാം. പെട്ടെന്ന് തന്നെ മെൽറ്റായി വരും. ഇതുപോലെ നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാലേ ഇത് നല്ല ഷൈനിങ് ആവത്തുള്ളൂ. ഇതിപ്പോ എല്ലാം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ ബൗള് ഇതിൽ നിന്ന് മാറ്റി വെക്കുവാണ്. ഇതിനി ഇതുപോലെ നല്ലതുപോലെ ഇളക്കി ഇതൊന്ന് തണുപ്പിച്ചെടുക്കണം. ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് മാത്രമാണ് നമ്മൾ ചേർക്കുന്നതെങ്കിൽ നല്ല ബ്ലാക്ക് കളർ ആയിരിക്കും, പക്ഷെ അതുപോലെ തന്നെ കയ്പും ആയിരിക്കും. അപ്പൊ അങ്ങനെ വരാതിരിക്കാനാണ് വൈറ്റും ഡാർക്കും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എളുപ്പത്തിന് വേണ്ടി ബ്രെഡ് എടുത്തതാണ്. ഇനി നിങ്ങളുടെ വാനില കേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ കേക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിപ്പോ ഞാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂസ് ചെയ്തത്. ബ്രെഡ് സ്ലൈസസ് വേണം, പിന്നെ കുറച്ച് ജാം വേണം. ഞാനിവിടെ സ്ട്രോബെറി ജാമാണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ഏത് ജാം വേണോ അത് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതിനൊന്നും പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല. പിന്നെ ഞാനിവിടെ കുറച്ച് സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതും ആവശ്യമില്ല, വേണമെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി. അപ്പൊ ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. കണ്ടോ? ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് എടുക്കാം. ബ്രെഡിന്റെ അകത്തേക്ക് കുറച്ച് ജാം തേച്ച് കൊടുക്കാം. ജാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ബ്ലൂബെറി വേണമെങ്കിൽ അതെടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഏതെടുക്കണം എന്നുള്ളത്. കണ്ടോ? ഇതുപോലെ തേച്ച ശേഷം അതിന്റെ പുറത്തേക്ക് മറ്റൊരു ബ്രെഡ് പീസസ് വെച്ചുകൊടുക്കാം. ഇങ്ങനെ. ഇനി നമ്മുടെ കുക്കി കട്ടർ ഇല്ലേ, ആ കുക്കി കട്ടർ കൊണ്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ
തിരിച്ചു ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. കണ്ടോ, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പീസ് നമ്മൾ കളയൊന്നും വേണ്ട. കണ്ടോ, ഇതെല്ലാം ജാം തേച്ച് വെച്ചിരിക്കുന്നതല്ലേ, ഇത് കുട്ടികൾക്ക് കഴിക്കാൻ കൊടുത്താൽ മതി, അല്ലാതെ ഇത് കളയേണ്ട ആവശ്യമില്ല. നല്ലതല്ലേ? അപ്പൊ ഈ ഒരു ഷേപ്പിന് വേണ്ടി നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ കുറച്ച് ഐസ്ക്രീം തേച്ചിട്ട് ഇതൊന്ന് കുറച്ചിങ്ങനെ മുറിച്ച് ആ ഐസ്ക്രീമിലേക്ക് ഇട്ട് കൊടുത്താൽ അവർ കഴിച്ചോളൂ. ഇതുപോലെ വേണം നമുക്ക്, എത്ര വേണം എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. എന്റെ മോൾഡിൽ ഇപ്പം 6 എണ്ണമാണുള്ളത്, അപ്പൊ എനിക്കൊരു 6 പീസ് മതിയാകും. ഇനി നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി ഇല്ലേ, ഇപ്പൊ അതൊക്കെ ഇതൊന്ന് പൊക്കിയിട്ട് സ്ട്രോബെറി ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ഇതൊന്ന് അമർത്തി കൊടുക്കാം. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നില്ല. ഇതുപോലെ വേണം എടുക്കേണ്ടത്. കണ്ടോ, ലവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് സിലിക്കോൺ ഡീ ട്രേ എടുക്കണം. ചോക്ലേറ്റ് ഇവിടെ തണുത്തിട്ടുണ്ട്, നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഓരോ പ്രാവശ്യവും നമ്മൾ ഇതിലേക്ക് ഒഴിക്കാൻ നേരം ഒന്ന് ഇളക്കിയിട്ട് വേണം എടുക്കേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്പാച്ചിലുണ്ട്, ഒന്ന് ഇതുപോലെ സൈഡ് ഒന്ന് വിടിച്ചു കൊടുത്താൽ മതി, ചോക്ലേറ്റ് വേസ്റ്റ് ആവത്തില്ല. ഇനി ഫസ്റ്റ് ഈ മോൾഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ആ ഷേപ്പിലൊന്ന് എടുക്കണം. കാണാമല്ലോ, ഇതിപ്പം ബേസ് നമ്മൾ ചോക്ലേറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന ലവ് ഇല്ലേ, അത് ഇതിന്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കാം. ഇങ്ങനെ കണ്ടല്ലോ. അതുകൊണ്ടാണ് നമ്മൾ കട്ടർ എടുക്കുമ്പോൾ ഇതിനുള്ളിൽ കയറുന്ന കട്ടർ എടുക്കണം എന്ന് പറയുന്നത്. ഇതെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ ബാക്കി ചോക്ലേറ്റ് കൊണ്ട് ഇതങ്ങ് കവർ ചെയ്യണം. ഇത് ഫുള്ളാക്കി ഒന്ന് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്യണം കേട്ടോ. എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോണം. അതുപോലെ നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ ചോക്ലേറ്റ് അകത്തേക്കാവും. അപ്പം വീണ്ടും നമുക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ഫില്ല് ചെയ്തെടുക്കണം. കണ്ടോ, ഇതിപ്പോ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചോക്ലേറ്റ് ഇതിനുള്ളിലേക്ക് എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത ശേഷം ടാപ്പ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഗ്യാപ്പ് വരും. അപ്പൊ നമ്മൾ ഈ ചോക്ലേറ്റ് കൊണ്ട് ഇതങ്ങ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് അത് എടുത്തെടുത്ത് ഞാൻ പറയുന്നത്. സംഭവം വലിയ പണിയൊന്നുമില്ല കേട്ടോ, ഇത്രേ ഉള്ളൂ. ഇതിപ്പോ ഇവിടെ എല്ലാം ഞാൻ ഫില്ല് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് ഈസി ആയിട്ട് ഇളകി കിട്ടും. ഇനി ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുവാണ്. ഇതിവിടെ ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തതാണ്. ഇതിപ്പോ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മോൾഡിൽ നിന്ന് ഇത് പുറത്തേക്ക് എടുക്കാം. എത്ര ഭംഗിയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? സിലിക്കോൺ മോൾഡ് ആകുമ്പോൾ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാൻ പറ്റും. നിങ്ങൾ ഈ സിലിക്കോൺ മോൾഡ് വാങ്ങിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ച് ക്വാളിറ്റി ഉള്ള സിലിക്കോൺ മോൾഡ് വേണം നമ്മൾ ഇതിനായിട്ടൊക്കെ ഉപയോഗിക്കേണ്ടത്. കാരണം നമ്മളിത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതല്ലേ. ഉണ്ടോ, ഇതെല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ ചോക്ലേറ്റ് ഞാൻ ഇനി ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഉൾവശം ഇരിക്കുന്നത്. ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ബ്രെഡ് കൊണ്ട് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാനുള്ള സൗകര്യത്തിന്. അതല്ല, നമുക്ക് കേക്ക് വേണമെങ്കിൽ കേക്ക് വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഞാൻ ഇന്നിവിടെ ഇത് ഉണ്ടാക്കി കാണിച്ചത്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും മറക്കണ്ട.